പി സരിൻ വോട്ട് ചെയ്യാനിരുന്നത് 88ാമത്തെ ബൂത്തിലാണ്. അവിടെ കുറച്ച് സമയം വോട്ടിംഗ് മെഷീന്റെ തകരാറ് മൂലം വോട്ടിംഗ് നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സരിൻ പിന്നീട് അവിടുന്ന് തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ പിരായിരി പഞ്ചായത്തിലെ 122, 120, 123 ബൂത്തുകൾ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് LP സ്കൂളിലാണ് ഉള്ളത്. ഇവിടെ വോട്ടിംഗ് മെഷീന് തകരാറ് നേരിട്ടതിനെ തുടർന്ന് കുറച്ച് സമയത്തേമായി പോളിംഗ് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ പി സരിന്റെ ബൂത്ത് ഏജന്റായ പ്രവർത്തകൻ കൂടിയുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, എന്താ ഇവിടെ സംഭവിച്ചത്? രാവിലെ മുതൽ ഇപ്പോൾ 2-3 പ്രാവശ്യമായി മെഷീൻ കട്ടായി കൊണ്ടിരിക്കണം. വോട്ട് ചെയ്യാൻ വരുന്നവർക്കൊന്നും വോട്ട് ചെയ്യാൻ പറ്റണമില്ല. ഇപ്പോൾ തീരെ ഡെഡായി കിടക്കുകയാണ്. കുറച്ച് സമയ പ്രശ്നമാണ് അല്ലേ? കുറച്ച് സമയമായി. ഇവിടെ എത്തുന്നവർ തിരിച്ചൊന്നും പോകുന്നില്ലല്ലോ, എല്ലാവരും കാത്തു നിൽക്കുന്നുണ്ട്. ധാരാളം ആളുകൾ ഇവിടെയുണ്ട്. നമുക്കറിയാം, ഇത് ഗവൺമെന്റ് LP സ്കൂളാണ്. കുറച്ച് നമ്മളിവിടെ വന്നപ്പോൾ എടുത്ത സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു, വലിയ സൗകര്യങ്ങളില്ലാത്ത ഒരു ബൂത്ത് തന്നെയാണ്. അപ്പോൾ ധാരാളം ആളുകൾ ഇവിടെ എത്തി നിൽക്കുന്നുണ്ട്. അവർക്ക് വോട്ട് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. മുതിർന്ന ആളുകൾ വരെ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണുകയും ചെയ്യാം. ചേട്ടാ, എന്താ നേരത്തെ അങ്ങൊരു പരാതി ഉന്നയിക്കുന്നുണ്ടായിരുന്നല്ലോ? സീനിയർ സിറ്റിസനുള്ള പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടില്ല. എനിക്ക് 72 വയസ്സായി. വേറെ എന്നേക്കാൾ കൂടുതൽ ആളുകളുണ്ട്. അതൊന്ന് റിക്വസ്റ്റ് ആണ്. അത് അടുത്ത ഇതിലോ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. നമ്മളിവിടെ എന്തായാലും പോലീസുകാരോട് സംസാരിച്ചിട്ടുണ്ട്. ചേട്ടാ, ഇപ്പോ കുറെ നേരം കാത്തിരിക്കണ്ടോ? കുറെ നേരമായി കാത്തിരിക്കുന്നു. എപ്പോ വന്നതാ? വന്നൊരു 8 മണിയായി. 8 മണിയായപ്പോ വന്നു. അപ്പൊ തൊട്ടിരിക്കുകയാണ് അല്ലേ? ശരി. എന്തായാലും ഇവിടെ വോട്ടിംഗ് മെഷീൻ തകരാറിലായിട്ടുണ്ട്. അത് നന്നാക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ധാരാളം ആളുകൾ വന്ന് നിൽക്കേണ്ട ആണ് അല്ലേ? ധാരാളം ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട്. അവർ വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ആദ്യം സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞൊരു കാര്യം ഇത് തന്നെയാണ്. ഇതൊരു ചെറിയ സ്കൂളും പരിസരവുമാണ്. ഇവിടെ 3 ബൂത്തുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സീനിയർ സിറ്റിസൺ അടക്കം വോട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് പറയുന്നുണ്ടായിരുന്നു. ചേട്ടാ, ശരിയായോ? വോട്ട് ചെയ്തു, രണ്ടാമത് പിന്നെയും പോയി. തുടർച്ചയായിട്ട് ശരി, ഇടയ്ക്കത് ശരിയായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നെയും ഒരു വോട്ട് ചെയ്തു, വീണ്ടും അത് കേടാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ധാരാളം ആളുകൾ, കുഞ്ഞുങ്ങൾ ഒക്കെ അടക്കം വന്നിട്ടുള്ള സ്ത്രീകളുണ്ട്, മുതിർന്ന ആളുകൾ ഇവിടെ കാത്തിരിക്കുന്നത്. വയോധികർക്ക് വോട്ട് ചെയ്യാൻ വേഗത്തിൽ അവരെ ഒരുപാട് നേരം കാത്തു നിൽക്കാതെ വോട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം സാധാരണ രീതിയിലൊക്കെ പലയിടത്തും ഏർപ്പെടുത്താറുണ്ട്. എന്തായാലും അവിടെ ആ ഒരു പ്രശ്നം പരിഹരിക്കുകയും കൂടി ചെയ്യട്ടെ. അത് ഞാൻ തിരികെ വരാം. അപ്പോൾ